നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു യമ്മി കോളിഫ്ലവർ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ, പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും എന്തായാലും ഈ ഒരു കറി, ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യം നമ്മൾക്ക് ഈ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച കോളിഫ്ലവറിലോട്ട് ആവശ്യത്തിന് വെള്ളവും 1/2 സ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്കൊരു മസാല തയ്യാറാക്കി എടുക്കണേ. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലോട്ട് ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തതും 3-4 വെളുത്തുള്ളിയും 3 വറ്റൽമുളകും ഒരു വലിയ തക്കാളിയും ഒരു കൈപ്പിടി മല്ലിയിലയും കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ നമ്മളുടെ തക്കാളിയും അതുപോലെ സവോളയും നമ്മളുടെ മല്ലിയിലയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതിൽ സോൾട്ടൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, റോ ആയിട്ടാണ് ഇതിങ്ങനെ വഴച്ചെടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇത്തിരി ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ അപ്പോൾ നന്നായി പേസ്റ്റായിട്ട് അടിച്ചെടുത്തോളണം. അതിനുശേഷം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഇച്ചിരി ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഓയിലിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഞാനിവിടെ 1/2 സ്പൂണ് സോൾട്ടും 1/2 സ്പൂണ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ മസാല ഒക്കെ നമ്മളുടെ കറി നന്നായി തിക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു നുള്ള് ഗരം മസാലയും അതുപോലെ തന്നെ ഒരു നുള്ള് പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ നമ്മളുടെ കോളിഫ്ലവർ റെസിപ്പി. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിൻ്റെത്, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒരു 3 പേർക്കൊക്കെ നന്നായിട്ട് അത്യാവശ്യം കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോണ പിള്ളേരുടെ അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പിള്ളേർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം സ്കൂളിലേക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കോളിഫ്ലവർ റെസിപ്പി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പിന്നെ റൈസിൻ്റെ കൂടെ, പിന്നെ അതുപോലെ തന്നെ പത്തിരി, പിന്നെ നീർദോശ, അങ്ങനെയുള്ള കടികളുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കറി ട്രൈ ചെയ്യാവുന്നതാണ്. സൂപ്പർ യമ്മി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചാനലൊക്കെ ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.